കോഴിക്കോട് കോട്ടൂളിയിൽ വീട്ടിൽ പ്രസവിച്ച സംഭവത്തിൽ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കാതെ അധികൃതർ മനഃപൂർവ്വം ബുദ്ധിമുട്ടുകയാണെന്ന് ദമ്പതികൾ പറയുന്നു. 2024 നവംബർ 2-നാണ് കോട്ടൂളി സ്വദേശിനി ആസ്ന ജാസ്മിൻ വീട്ടിൽ പ്രസവിക്കുന്നത്. ആസ്നയുടെ ഭർത്താവ് ഷറാഫത്താണ് പ്രസവ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചത്. എന്നാൽ ഇപ്പോൾ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് അധികൃതർ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് തടഞ്ഞു വയ്ക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. എന്നാൽ കുഞ്ഞിൻ്റെ ജനനം രജിസ്റ്റർ ചെയ്യാത്തതിനാലും കുഞ്ഞ് ജനിച്ചത് വീട്ടിലാണെന്നതിന് തെളിവില്ലാത്തതിനാലും ജനന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ ആകില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. പ്രസ്തുത തീയതിയിൽ പ്രസ്തുത വിലാസത്തിൽ ഈ കുട്ടി ജനിച്ചതായുള്ള രേഖകൾ സമർപ്പിച്ചാൽ ജനന സർട്ടിഫിക്കറ്റ് നൽകാമെന്നും അവർ പറയുന്നുണ്ട്. നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് ഒരു ദിവസം ചെന്ന് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ അത് തരാൻ അവർക്ക് കഴിയില്ല. ആരോഗ്യകരമായ പ്രസവം, വാക്സിനേഷൻ, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കുമുണ്ട്. ഇനി അതൊക്കെ മാറ്റിവെച്ച് ചിന്തിച്ചാലും കണ്ണുമടച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിലവിൽ സാധിക്കില്ല. ഈ കുട്ടി അവരുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞാലേ അതിന് കഴിയൂ. അത് DNA പരിശോധനകൾ നടത്തി തെളിയിക്കണം. അതിനുശേഷമേ ഇവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമത്തിലാണ് സംസ്ഥാനത്തെ നവജാത ശിശു മരണനിരക്ക് ഇന്ന് കാണുന്ന നിലയിൽ കുറയ്ക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ വീട്ടിലെ പ്രസവങ്ങൾ ഒരിക്കലും സുരക്ഷിതമല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം. ഒരു കാലത്ത് നവജാത ശിശുക്കളുടെ മരണനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. വയറ്റാട്ടികൾ കൈകാര്യം ചെയ്തിരുന്ന പ്രസവങ്ങളിൽ നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അക്കാലത്ത് സ്വന്തം വീട്ടിലേക്ക് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ പെൺകുട്ടികളെ കണ്ണീരോടെയാണ് യാത്രയാക്കിയിരുന്നത്. കാരണം ആ പെൺകുട്ടി തിരികെ വരുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയാണ് അക്കാലത്തുണ്ടായിരുന്നത്. ഇന്ന് പ്രസവം ഒരു ആഘോഷമാക്കുന്ന കാലമാണുള്ളത്. അതിലേക്ക് നമ്മളെ നയിച്ചത് നല്ല ആശുപത്രികളും മോഡേൺ മെഡിസിനും തന്നെയാണ്. കേരളത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നതിന് ഓൺലൈൻ പ്രചാരണവും സജീവമായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയാണ് ഈ പ്രചാരണം. ഡോക്ടർമാരും അധ്യാപകരും വരെ ഇത്തരം ഗ്രൂപ്പുകളിൽ സജീവമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരക്കാരുടെ കുടുംബ സംഗമങ്ങളും നടത്തിയിരുന്നതായി റിപ്പോർട്ടുണ്ട്. 2023 മാർച്ച് മുതൽ 24 മാർച്ച് വരെ കേരളത്തിൽ 523 വീട്ടുപ്രസവങ്ങളാണ് ഉണ്ടായത്. 2004 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ മൊത്തം 200 വീട്ടുപ്രസവങ്ങൾ. ഇതിൽ ഏറ്റവും അധികം വീട്ടുപ്രസവം മലപ്പുറത്താണെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് ആരോഗ്യവകുപ്പ് നൽകിയ ഒരു മറുപടിയിൽ പറയുന്നത്. കഴിഞ്ഞ വർഷം 253 പ്രസവങ്ങളാണ് മലപ്പുറത്തുണ്ടായത്. 5 വർഷം തുടർച്ചയായി മലപ്പുറത്ത് 200-ൽ കൂടുതൽ ഇത്തരം പ്രസവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിൽ പോയാൽ അവർ അടിവയറ്റിൽ കത്തി വയ്ക്കുമെന്ന കുടുംബക്കാരുടെയും മുൻപ് പ്രസവിച്ച അനുഭവസ്ഥരുടെയും ഉപദേശം കേട്ട് ഇക്കാലത്തും ചിലർ പ്രസവം വീട്ടിൽ തന്നെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് എന്തുമാത്രം അപകടകരമാണെന്ന് ചിന്തിക്കാൻ പോലും അവർ തയ്യാറാവുന്നില്ല. വീട്ടിൽ സുഖമായി പ്രസവിക്കുക എന്നത് ഒരു ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യജീവൻ വെച്ചുള്ള ഈ ചൂതാട്ടത്തിൽ ഒരുപാട് പേർ തോറ്റിട്ടുണ്ട്. ഇന്ന് മാതൃശിശു മരണനിരക്കുകൾ ഇത്രയും കുറഞ്ഞതിന് കാരണം ഗർഭകാലം മുതൽ എല്ലാ പരിചരണങ്ങളും ആശുപത്രികളിൽ നടക്കുന്നത് കൊണ്ടാണ്. ജനിക്കുന്ന കുഞ്ഞ് കരയാൻ 5 മിനിറ്റ് വൈകിയാൽ അതിനിടയിൽ കൃത്യമായ മെഡിക്കൽ സപ്പോർട്ട് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടി ജീവിച്ചാൽ പോലും തലച്ചോർ വളർച്ചയില്ലാതെ ജീവിതകാലം മുഴുവൻ കുടുംബത്തിന് തന്നെ ഒരു നൊമ്പരമായി മാറേണ്ടി വരും. അതുകൊണ്ട് പ്രസവങ്ങൾ വീടുകളിൽ വെച്ച് നടത്തില്ലെന്ന് തന്നെ തീരുമാനിക്കുക. അക്യൂപങ്ചർ ചികിത്സ നടത്തുന്നവരും ഹിജാമ ചികിത്സകരുമൊക്കെ അവരുടെ വഴികൾ നോക്കിക്കൊള്ളും. അവരുടെ ഉപദേശം കേട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും മാതാവിൻ്റെയും ജീവൻ അപകടത്തിലാക്കരുത്.